ഹായ് നമസ്തേ, ഞാൻ പ്രദീപ്. വെൽക്കം ടു ഹൈമാസ് വിഷൻ. ഈ പ്രസന്റേഷനിൽ ഹാപ്പി ഹെൽത്ത് ഇന്ത്യയുടെ കസ്റ്റമർ ബെനിഫിറ്റിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. ഹാപ്പി ഹെൽത്ത് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സെൽഫ് ഐ ഡിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് കമ്പനി എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നൽകുക, എങ്ങനെയൊക്കെയാണ് നൽകുക എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ജസ്റ്റ് കമ്പനിയുടെ പ്രൊഫൈൽ, കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ സ്പെഷ്യാലിറ്റി, പ്രൊഡക്റ്റ് റേഞ്ച് ഇവയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചതിന് ശേഷം അതിലേക്ക് വരാം. HHI അഥവാ ഹാപ്പി ഹെൽത്ത് ഇന്ത്യ പഞ്ചാബ് ലുധിയാന ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്യൂർലി ഇന്ത്യൻ കമ്പനിയാണ്. 35 വർഷമായി ഗാർമെൻറ്റ്സ് രംഗത്തും ആയുർവേദിക് പ്രൊഡക്ട്സിൻ്റെ റിസർച്ചിലും മാനുഫാക്ചറിങ്ങിലും ഡിസ്ട്രിബ്യൂഷനിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനി 100% ഗ്യാരണ്ടി സാറ്റിസ്ഫാക്ഷനോടുകൂടിയാണ് പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് എത്തിക്കുന്നത്. കമ്പനിയുടെ MD സർദാർ സന്തോഷ് സിംഗ് 2015 ആഗസ്റ്റ് മാസത്തോടുകൂടി HHI എന്ന് പറഞ്ഞ ബ്രാൻഡ് ആരംഭിച്ചു. ഇന്ന് 10 കാറ്റഗറിയിലായി 800-ലധികം പ്രൊഡക്ട്സുകൾ കമ്പനി ഡീൽ ചെയ്യുന്നു. FMCG നിത്യോപയോഗ സാധനങ്ങൾ, വീട്ടിലുപയോഗിക്കുന്ന ഉപ്പ്, മസാലകൾ, പയർവർഗ്ഗങ്ങൾ തുടങ്ങി ശർക്കര വരെ കമ്പനി ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെൽനസ്, ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ്, ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ധാരാളം പോഷകങ്ങൾ പൗഡർ ഫോമിലും ടാബ്ലറ്റ് ഫോമിലും ജ്യൂസ് ഫോമിലുമായി നൽകുന്നു. ഹെൽത്തി ഫുഡ്, മായം ചേരാത്തതും കെമിക്കൽ അടങ്ങാത്തതുമായ ധാരാളം പാക്കറ്റ് ഫുഡാണ്. ഓട്സ്, കോൺഫ്ലെക്സ്, പാസ്ത തുടങ്ങി നിരവധി പ്രൊഡക്ട്സുകൾ. ഹോം കെയർ, ക്ലീനിങ് സൊല്യൂഷൻസ് ആണ്. ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷിംഗ് ലിക്വിഡ്, ഡിഷ് ബാർ, വാഷിംഗ് പൗഡർ, വാഷിംഗ് സോപ്പ്, വാഷിംഗ് ലിക്വിഡ്, ഹാൻഡ് വാഷ് തുടങ്ങി റൂം സ്പ്രേ വരെ കമ്പനി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അഗ്രികൾച്ചർ, കൃഷിയെ പരിപോഷിപ്പിക്കുക, വിളവ് വർദ്ധിപ്പിക്കുക, മണ്ണിലെ കാർബൺ നിലനിർത്തുക, ഇങ്ങനെ കൃഷിയെ സഹായിക്കുന്ന ധാരാളം ഓർഗാനിക് പ്രൊഡക്ട്സുകളാണ് കമ്പനി ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് വേണ്ടി നൽകുന്നത്. വെറ്റിനറി, പക്ഷിമൃഗാദികളുടെ ആരോഗ്യ പരിപാലനത്തിനാവശ്യമായ പ്രൊഡക്ട്സുകൾ, കൂടാതെ പേഴ്സണൽ കെയർ, വ്യക്തിപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ പ്രൊഡക്ട്സുകളാണ് ആ ഒരു കാറ്റഗറിയിൽ കിട്ടുന്നത്. സോപ്പുകൾ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഷാംപൂ അങ്ങനെ തുടങ്ങി സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ, കളർ കോസ്മെറ്റിക്സ്, ഇപ്രകാരം ധാരാളം പ്രൊഡക്റ്റുകൾ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലഭിക്കുന്നു. ഗാർമെൻറ്റ്സ്, തുണിത്തരങ്ങൾ, ഫുട്വെയർ, ചെരുപ്പുകൾ, ആക്സസറീസ്, ഗോൾഡ് പ്ലേറ്റഡ്, സിൽവർ പ്ലേറ്റഡ് ആഭരണങ്ങൾ, കൂടാതെ പേഴ്സുകൾ, ബെൽറ്റ്, ടൈ തുടങ്ങി ധാരാളം പ്രൊഡക്റ്റ് ആ ഒരു കാറ്റഗറിയിലും കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രൊഡക്ട്സുകൾക്ക് എന്താണ് പ്രത്യേകത? ഓപ്പൺ മാർക്കറ്റിൽ ലഭിക്കുന്ന പ്രൊഡക്ട്സുകളെ അപേക്ഷിച്ച് HHI ബ്രാൻഡിൽ ലഭിക്കുന്ന പ്രൊഡക്ട്സിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഏതൊരു സാധാരണക്കാരന് പോലും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന വിലയിൽ ലഭ്യമാക്കുന്നു, ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും അകമ്പടിയില്ലാതെ. കൂടാതെ തന്നെ ധാരാളം കസ്റ്റമർ ബെനിഫിറ്റുകളും കമ്പനി ഇതിനോടൊപ്പം നമുക്ക് നൽകുന്നു. ഡിസ്ട്രിബ്യൂട്ടറായ ഒരാൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇതിലൂടെ ലഭിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കമ്പനി തരുന്ന കസ്റ്റമർ ബെനിഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ അതിൽ കസ്റ്റമർ ബെനിഫിറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒരു സാധാരണ ഫാമിലിയിൽ ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എല്ലാ മാസവും മിനിമം വാങ്ങിക്കുന്നുണ്ടാവും. ഈ പ്രൊഡക്റ്റുകൾ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങാതെ അത് ഹാപ്പി ഹെൽത്ത് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂട്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നീട് ഒരിക്കലും ഒരു MRP കൊടുക്കേണ്ടതില്ല. അവർ പേ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ആണ്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 3000 രൂപ MRP ഉള്ള പ്രൊഡക്റ്റിന്
ഡിസ്ട്രിബ്യൂട്ടർ നൽകേണ്ടത് 2500 രൂപയാണ്. ഫ്രീ പ്രൊഡക്ട്സ് ആയിട്ട് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത് 300 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പനി പറയുന്ന പ്രൊഡക്റ്റ് അല്ല എടുക്കുന്നത്, നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണോ അവിടെ നമുക്കത് ചൂസ് ചെയ്യാം. 1000 വോളിയം മൾട്ടിപ്പിൾ ബില്ലാവാം, കുഴപ്പമില്ല. എത്ര പ്രാവശ്യം കൊണ്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്താൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല. 1000 വോളിയം ഒരു മാസം കംപ്ലീറ്റ് ചെയ്താൽ ആ ഡിസ്ട്രിബ്യൂട്ടറിന് 300 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീയും നേടാം. അത് 2000 വോളിയം ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 600 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ്. 3000 വോളിയം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് 900 രൂപ വിലയുള്ള പ്രൊഡക്റ്റ്. 4000 വോളിയം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1200 രൂപയുടെ പ്രൊഡക്ട്സ്. ഇതെല്ലാ മാസവും ഉള്ള ഓഫറാണ്. വെൽനസ് പ്രൊഡക്റ്റ് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് കമ്പനി നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 1000 വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്താണ്. അതുകൊണ്ട് നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് ആയിട്ട് 1000 വോളിയത്തിന്റെ പർച്ചേസ് ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് 300 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നേടാം. അടുത്ത ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് ക്യാഷ് ബാക്ക്. ക്യാഷ് ബാക്ക് ബോണസ് ആയിട്ട് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് 70 രൂപ മുതൽ 140 രൂപ വരെയാണ് കമ്പനിയിൽ നിന്നും ക്യാഷ് ബാക്ക് ലഭിക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സെൽഫ് പർച്ചേസ് എത്രയുണ്ടോ, സെൽഫ് പർച്ചേസ് എത്രയാണോ വരുന്നത്, ഇപ്പൊ 1000 വോളിയം ആണെങ്കിൽ 1000 വോളിയത്തിന്റെ 7% 70 രൂപ. അല്ലെങ്കിൽ 10000 വോളിയം ഉണ്ടെങ്കിൽ അത് 700 രൂപയായി മാറുന്നു. എത്ര വോളിയമാണോ നമ്മുടെ സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്തേക്കുന്നത്, അത് എത്ര പർച്ചേസ് ചെയ്താലും അതിന്റെ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് 7% ലഭിക്കും. കൂടാതെ സെൽഫ് പർച്ചേസിൽ ചെയ്യുന്ന ഈ വോളിയം നമ്മുടെ വീക്കിലി ഇൻകത്തിലേക്ക്, നമ്മുടെ ലെസർ സൈഡിലെ വോളിയം എത്രയാണോ ആ വോളിയമായിട്ട് അത് പരിഗണിക്കും. അപ്പോൾ അവിടുന്ന് കിട്ടും 7%. ലെസർ സൈഡിലെ വോളിയമായിട്ട് പരിഗണിക്കുമ്പോൾ അവിടുന്ന് കിട്ടും 7%. അങ്ങനെ വീക്കിലി ഇൻകവും സെൽഫ് പർച്ചേസിന് കിട്ടുന്ന 7% കൂടെ ചേർത്തിട്ട് 140 രൂപ. എത്ര വോളിയമാണോ നമുക്ക് സെൽഫ് പർച്ചേസ് ഉള്ളത് അത് കംപ്ലീറ്റ് നമ്മുടെ ടീം വർക്കിലെ ലെസർ സൈഡിലെ വോളിയമായിട്ട് പരിഗണിച്ച് അതിന്റെ 7% വീക്കിലി ഇൻകത്തിലും പരിഗണിക്കും. നാലാമതായി കമ്പനി നമുക്ക് നൽകുന്ന ബെനിഫിറ്റ് ആണ് കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. എന്താണ് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ബിസിനസ് വോളിയം 1000ന്റെ പ്രൊഡക്ട്സ് തുടർച്ചയായ 4 മാസങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 5ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. അവിടെ ഒരു ക്രൈറ്റീരിയ ഉള്ളത്, 1000 വോളിയം എല്ലാ മാസവും 15ാം തീയതിക്ക് മുമ്പായി പർച്ചേസ് ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് 15ാം തീയതിയാണ്. സെക്കൻഡ് മന്ത് ഒഴിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മന്ത് വരെ ടൈമുണ്ട്. സെക്കൻഡ് മന്ത് മുതൽ അവരുടെ പർച്ചേസ് 15ാം തീയതിക്ക് മുമ്പായിരിക്കണം. 15ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 15ാം തീയതിക്ക് മുമ്പായിട്ട് പർച്ചേസ് ചെയ്താൽ, അങ്ങനെ തുടർച്ചയായി 4 മാസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ 5ാമത്തെ മാസം 5ാം മാസം 1000 ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഉള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നേടാം. ഇങ്ങനെ 4 മാസം തുടർച്ചയായി പർച്ചേസ് ചെയ്താൽ 5ാമത്തെ മാസം ഫ്രീ ലഭിക്കുമെങ്കിൽ 4 മാസത്തെ പർച്ചേസിന്റെ ബെനിഫിറ്റ് ആണ് ലഭിക്കുക. അപ്പം ടോട്ടൽ 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ 1000നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 250 എന്നുള്ള ഫിഗർ നമുക്ക് കിട്ടും. ഈ 250 എന്നുള്ള ഫിഗർ നമ്മൾ
മന്ത്ലി ബെനിഫിറ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. 250 എന്നുള്ളത് മന്ത്ലി ബെനിഫിറ്റായി കണക്കാക്കാം. അപ്പൊ അങ്ങനെ 4-ാം മാസം പർച്ചേസ് ചെയ്തു, 5-ാമത്തെ മാസം പർച്ചേസ് ചെയ്തു, 6, 7, 8. 8-ാം മാസം ആയപ്പോൾ വീണ്ടും ഒരു ടേം കൂടെ വന്നു. തുടർച്ചയായ 4 മാസങ്ങളാണ് കൺസിസ്റ്റൻസിയിൽ ഒരു ടേം. 2 ടേം കംപ്ലീറ്റ് ചെയ്തു 8-ാം മാസം ആയപ്പോൾ. അപ്പോൾ 9-ാമത്തെ മാസം നമുക്ക് വീണ്ടും 1000 ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഉള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നേടാം. അത് വീണ്ടും തുടർന്ന് വന്ന് 8, 9, 10, 11, 12. 12-ാം മാസം കംപ്ലീറ്റ് ചെയ്തു. 13-ാമത്തെ മാസം വീണ്ടും ലഭിക്കും 1000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കൺസിസ്റ്റൻസി ബെനിഫിറ്റ് ആയിട്ട്. അപ്പോൾ ഒരു വർഷം കൊണ്ട് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് ആയിട്ട് നേടിയിരിക്കുന്ന പ്രൊഡക്ട്സുകളുടെ എമൗണ്ട് പരിശോധിച്ചാൽ DP വാല്യൂ 3000 ഉള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നേടി. അതുകൊണ്ടും തീരുന്നില്ല. അതിനോടൊപ്പം കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് 5-ാമത്തെ ബെനിഫിറ്റ്. നമുക്ക് ഇയർ എൻഡ് ബോണസ്. ഇയർ എൻഡ് ബോണസ് എന്ന് പറയും. ഇയർ എൻഡ് ബോണസ് നമുക്ക് ലഭിക്കുന്നത് ഇപ്രകാരമാണ്. നമുക്കിവിടെ തുടർച്ചയായ 12 മാസങ്ങൾ കൺസിക്യൂട്ടീവ് 12 മന്ത്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഇയർ എൻഡ് ബോണസ് ആയിട്ട് നമുക്ക് ഇതോടൊപ്പം കിട്ടുന്നു ഒരു 2000 DP വാല്യൂവിന്റെ പ്രൊഡക്റ്റ് 13-ാമത്തെ മാസം കിട്ടും. അപ്പോൾ ടോട്ടൽ ഒരു വർഷം കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്തപ്പോൾ ടോട്ടൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 1000 വോളിയം ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് 5000 രൂപയുടെ ബെനിഫിറ്റ് ആണ് കൺസിസ്റ്റൻസിയിൽ നിന്നും നേടാൻ കഴിയുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ 1000 വോളിയം പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 166 രൂപ ഇയർ എൻഡ് ബോണസ് ആണ്. ടോട്ടൽ ചെയ്യുമ്പോൾ 1356 രൂപ. ചിന്തിക്കേണ്ട കാര്യം 1000 വോളിയത്തിന്റെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് 2500 രൂപ DP വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ് ആവറേജ് എടുത്തിരിക്കുന്നത്. 1356 രൂപ തിരിച്ചു കിട്ടിയെങ്കിൽ അദ്ദേഹം പർച്ചേസ് ചെയ്ത എമൗണ്ടിന്റെ 50% മേലെ ബെനിഫിറ്റ് ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് തന്നെ തിരികെ ലഭിച്ചു. ഇനിയും ഈ 1000 എന്നുള്ള സ്ഥാനത്ത് 1000 വോളിയം എന്നുള്ള സ്ഥാനത്ത് 2000 വോളിയത്തിന്റെ പർച്ചേസ് ചെയ്താൽ ഇതെല്ലാം അതിന്റെ ഇരട്ടിയായി മാറുന്നു. ഇവിടെ എല്ലാം നമുക്ക് മാറ്റങ്ങൾ വരികയാണ്. നമുക്കിവിടെ ലഭിക്കുന്നത് 6000 രൂപയാണ്. ഈ 2000 എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ലഭിക്കും 4000. 5000 എന്നുള്ള സ്ഥാനത്ത് ഇവിടെ ലഭിക്കുക 10000 രൂപയുടെ പ്രൊഡക്റ്റ്. ഇനി അത് കൂടാതെ നമ്മളിവിടെ 2000 എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ 5000 വോളിയം ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ വീണ്ടും അതിന്റെ ഫിഗർ എല്ലാം ചേഞ്ച് ചെയ്യും. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഈ 2000 എന്നുള്ള സ്ഥാനത്ത് എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നത് 4000 ആയിരിക്കും. ഇവിടെ നമുക്ക് 4000 കിട്ടും, ഇവിടെ നമുക്ക് 4000 കിട്ടും. അപ്പോൾ 6000 എന്നുള്ള ഫിഗറിന്റെ സ്ഥാനത്ത് 12000 രൂപയുടെ പ്രൊഡക്റ്റ് കൺസിസ്റ്റൻസിയിലൂടെയും അത് 8000 രൂപയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഇയർ എൻഡ് ബോണസ് ആയി ലഭിക്കുക. അപ്പോൾ ടോട്ടൽ നോക്കിയാൽ 10,000 എന്നുള്ള സ്ഥാനത്ത് 20,000 റുപ്പീസിന്റെ ബെനിഫിറ്റ് വരെ നമുക്ക് അത് ലഭിക്കുന്നുണ്ടാവും. ഇങ്ങനെ അതിഗംഭീരമായ കസ്റ്റമർ ബെനിഫിറ്റ് ആണ് കമ്പനിയിൽ നമുക്ക് ലഭിക്കുക. ശരിയായ രീതിയിൽ കസ്റ്റമർ ബെനിഫിറ്റ് മനസ്സിലാക്കുക, ഇത് സമൂഹത്തിലേക്ക് എത്തിക്കുക, ഈ കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക. ചിന്തിക്കുക, ഒരു സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ പോലും BPL കാർഡുമായി സപ്ലൈകോയിൽ പോയി ക്യൂ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കുറവിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ലഭിക്കുകയും ചെയ്യും.
നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ഐഡിയ ആണ് കമ്പനിയുടെ കസ്റ്റമർ ബെനിഫിറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. തീർച്ചയായും ഹാപ്പി ഹെൽത്ത് ഇന്ത്യയിലൂടെ വലിയ വിജയം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹാപ്പി ഹെൽത്ത് ഇന്ത്യയിലൂടെ വിജയിക്കാൻ ആവശ്യമായ ധാരാളം പ്രസന്റേഷൻസ് നമ്മൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിട്ട് നമുക്ക് തീർച്ചയായും ഈ ബിസിനസ്സിലൂടെ വലിയ വിജയം നേടുവാൻ സാധിക്കും. എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ജയ്.